ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയത് ഫ്രണ്ട്സ് ഒത്തിട്ടാണ് കേട്ടോ. ചീരട്ടമണ്ണയിലെ മനോഹരമായ മലയിലേക്ക് പോകാനായിരുന്നു. ഹൃദയരമണീയമായ കാഴ്ചകളും നല്ല കാറ്റും ശാന്തമായ അന്തരീക്ഷവും നിറഞ്ഞ ആ മല കാണാനായിരുന്നു പ്ലാന്. പക്ഷേ പോകുന്ന വഴിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സുകളുടെ വീടുകളുണ്ടായതുകൊണ്ട് അവിടെ ഒന്ന് കയറി സംസാരിച്ചു. സ്നേഹത്തോടെ ഇരുത്തി സംസാരിച്ചപ്പോൾ സമയം എങ്ങനെ പോയതെന്നറിഞ്ഞില്ല. കുറേ വൈകി. അതുകൊണ്ട് ഇന്നേക്ക് മല കാണാൻ പോകുന്ന പ്ലാൻ അങ്ങോട്ട് മാറ്റിവെച്ചു. അവിടുത്തെ വീട്ടുവിശേഷങ്ങളും ചുറ്റുപാടുമുള്ള പ്രകൃതി ഭംഗിയും കുറച്ച് സമയം ആസ്വദിച്ച്. ഇത് നമ്മളുടെ ഷെമിത്താൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. മാട്ടുമ്മത്തോടി ജലീൽക്കുണ്ടല്ലോ, ജലീൽഖാൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. വീട്ടിലെത്തിയപ്പോഴേ അകത്തൊക്കെ കയറാൻ പോലും മനസ്സില്ലാതെ ഞാൻ ആദ്യം പുറത്തുള്ള ഭംഗികൾ ആസ്വദിച്ചു കേട്ടോ. മുറ്റത്ത് നിൽക്കുന്ന വലിയ മരം കണ്ട നിമിഷം തന്നെ മനസ്സിൽ വന്ന ആദ്യ ആഗ്രഹം അതിലൊന്ന് കയറണം എന്നായിരുന്നു. താഴോട്ട് വീണു നിൽക്കുന്ന കൊമ്പുകൾ കണ്ടപ്പോൾ നമ്മളെപ്പോലെ ആരും ഒന്ന് കയറി ഇരിക്കണമെന്ന് തോന്നും. കയറാൻ പറ്റുന്ന പോലെ പറ്റി നിൽക്കുന്ന കൊമ്പുകൾ കണ്ടപ്പോൾ ബാല്യകാല ഓർമ്മകളെല്ലാം മനസ്സിലെത്തി. എന്തായാലും ആ ചെറിയ ആഗ്രഹം ഞാൻ സാധിച്ചു. മരക്കൊമ്പിൽ കയറിയിരുന്ന ആ നിമിഷം തന്നെയായിരുന്നു ഇന്നത്തെ ഈവനിങ് വാക്കിൻ്റെ ഏറ്റവും മനോഹര മുഹൂർത്തം. പ്രകൃതിയും സന്തോഷവും കൂടി ചേർന്നൊരു ചെറിയ അനുഭവം. എവിടെ കാണാം. ഇനിയിപ്പോൾ ആ മാവിന്ന് പറിച്ച മാങ്ങ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. പിന്നെ ഷെമിത്താൻ്റെ കൈപ്പുണ്യം ഉണ്ടല്ലോ, അത് വേറെ ലെവലാ മക്കളെ. അടിപൊളിയായിരുന്നു. അടിപൊളി ബ്രെഡ് പോക്കറ്റാണ്. ഞാൻ കഴിച്ചിട്ടില്ലേ, ഞാൻ കഴിച്ചോട്ടെ. അതിന്റെ മുമ്പ് അഭിപ്രായം ഒരു ടേസ്റ്റ് ഉണ്ട് കാണുന്ന പോലെ കേട്ടോ. അടിപൊളിയാണിത്. ഇത് ഷെമിത്ത ഉണ്ടാക്കിയ ബ്രെഡ് പോക്കറ്റാണ്. ഞാൻ ബ്രെഡ് പോക്കറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള. ഞാൻ വീടിൻ്റെ അകത്ത് ഇരിക്കണമെന്നുള്ളൂ ഉണ്ടായിരുന്നത്. എനിക്ക് പുറത്തത്തെ ആ മുറ്റത്ത് മൂച്ചുണ്ടല്ലോ, ആ മുറ്റത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കണം ആ മൂച്ചി. എൻ്റെ മനസ്സിൽ ഫുള്ളതിരുന്നു. അതിന്മേൽ കുറച്ച് നേരം ഇരിക്കുക, അതിന്മേൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആടുക. ഞാൻ സെൽമത്താനെ ഓർത്ത് പോയിട്ടോ. സെൽമത്ത കൂടെ ഉണ്ടെങ്കിൽ ആ മൂച്ചിയിലൊപ്പം കയറാനും ആ മൂച്ചിക്കൊമ്പത്ത് ഇരുന്നൊരു പാട്ടൊക്കെ പാടാനും ഉണ്ടായിരുന്നു എന്നിങ്ങനെ ആഗ്രഹിച്ചു പോയി. വലിയൊരു ഉറുമാമ്പഴതാ എന്നെ കാണുന്നുണ്ടോ. ഇവിടെ മൈലാഞ്ചല്ല ഉറുമാമ്പഴത്തിന്റെയാണ്. അപ്പൊ എന്റെ തെങ്ങും തയ്യലുണ്ട്. ഇതൊക്കെ ചെടി അല്ല ചെടിയാക്കിട്ട് വെച്ചിട്ടുണ്ട്. അതിന് അയിമന്ന് ചാടിണ്ടായതാ. ചെന്തങ്ങ എടുക്കണു. ചെന്തങ്ങിന്റെ തൈകൾ ഇതാ ഇവിടെ കുറെ. നല്ല തേങ്ങ. ഇതിനെന്താ ചന്തങ്ങ? വെള്ളത്തിന് മാത്രാണ് ചന്തങ്ങ അറിയണത്. റെഡ് ഈ കളർ ഉണ്ടാവണോണ്ട്. ആ കളറ് പിന്നെ നമ്മൾ തേങ്ങക്ക് ഉപയോഗിക്കണത്. അത് വെള്ളത്തിന് ഉപയോഗിക്കും. ഇതവിടെ ഫ്രൂട്ട്സിന്റെ ഗാർഡൻ ഒക്കെ ഉണ്ട്. ഇതുണ്ടോ ഒരു വെറൈറ്റി ചിക്കുതാ. സപ്പോട്ട എല്ലാതും നീളത്തില്. ഇത് പഴുത്തിട്ട് മൂത്തിട്ടില്ല അല്ലേ. ആ ഇത് ബനാന ചിക്കു അത്ര. ഇത് ബനാന ചിക്കു ആണ് അത്ര. അല്ല ഇതൊക്കെ ഷെമിത്തയാണോ ഇക്കയാണോ ഉണ്ടാക്കണത് തന്നെ? പപ്പായ മരം മാത്രമേ ഉള്ളൂ. ആസ്മാക്ക് കാറാ കുട്ടികൾക്ക് ചെറിയ. ഇതൊക്കെ കുട്ടികളില്ലോടത്താണെങ്കിൽ എന്ത് രസേക്കാരല്ലേ. ഈ മൂച്ചിമൊക്കെ കയറാൻ നല്ല സുഖമാണ്. ഷെമിത്താൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി സാബിത്താൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതാണ് ചീരട്ടമണ്ണ. ചീരട്ടമണ്ണ ഇങ്ങനെ ഹെൽത്ത് സെൻ്ററിൻ്റെ കൂടി വരുന്ന റോഡാണിത്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നപ്പോൾ ഇവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയതാണ്. അപ്പോഴുണ്ടല്ലോ പെരിന്തൽമണ്ണ ഫുള്ള് ബ്ലോക്കായപ്പോൾ വണ്ടികളൊക്കെ ഇതിൽ കൂടിയാണ് വരുന്നത്. നല്ല സ്ഥലം. മാങ്ങയൊക്കെ അത് പഴുത്ത് നിൽക്കണം. പോണ വഴി കൂടെ ഇതാ മയിലുകള്. ഇപ്പതാ നമ്മള് സാബിത്താത്താന്റെ വീട്ടിലേക്കാ കയറി പോണത്. ഇതിപ്പോ ഒരു ഊട്ടിക്കൊക്കെ പോയൊരു പ്രതീതിയാണ്. ഊട്ടിയിലെത്തി. മുള്ളി വഴി ഊട്ടിക്ക് പോവാണ്. നല്ല ചീന
എന്തിനങ്ങനെ ഓട്ടണോ? അപ്പൊ കൊല ചാടൂലേതാ. പഴക്കൊല കെട്ടിയപ്പോഴേക്കിന് എന്റെ ഫോൺ അപ്പത്തെ തൊടിക്ക് ചാടി. ചെറുപ്പത്തിലെ വീട്ടുവളപ്പിലെ വാഴന്ന് വാഴമരത്തുമ്പന്നേ ഇങ്ങനെ പഴം പിഴുതെടുത്ത് കഴിച്ച ഓർമ്മ ഇന്ന് മനസ്സിലുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങനൊരു പിഴുത് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയതേ എനിക്ക് ശരിക്കും സന്തോഷമായിട്ടോ. കടയിൽ നിന്നും വാങ്ങുന്ന പഴത്തിനേക്കാൾ മരത്തിൽ നന്നായി പഴുത്ത് കിട്ടുന്ന പഴത്തിന് വേറൊരു സ്വാദ് തന്നെയാണ്. നാടൻ രുചിയും പഴയ കാല ഓർമ്മകളും ഒരുമിച്ച് കിട്ടിയ ഫീലായിരുന്നു. ഈ മാസത്തിൽ മാത്രം വിരിയണ പൂവുക അതൊന്നും ഇപ്പൊ എവിടെയില്ല. അതൊക്കെ അതമ്പതിച്ച് വെക്കും. അതൊക്കെ അല്ലേ അന്ന് മുതലേ ഉള്ളതന്നെ. അതെ പിന്നെ പൊങ്ങി വരേക്ക. ഇതാ മെയ് ഫ്ലവർ വിരിഞ്ഞു നിൽക്കണു കൂട്ടത്തോടു കൂടി. ഇതൊക്കെ ഒരു നൊസ്റ്റുമാണ്. നാരങ്ങ ഉണ്ടല്ലോ.